അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് മണ്ണാറാട് മദ്രസയിൽ നിന്ന് മീലാദുൽ ഷരീഫ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ഒരു വിഷയമാണ്. കുട്ടികൾ ഉണ്ടാക്കിയ കഅബയാണിത്. ഇതുപോലെ ഒരുപാട് കരകൗശല വസ്തുക്കൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. കരവിരുത് കൊണ്ട് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ചകൾ, എക്സിബിഷനാണ് ഇവിടെ തയ്യാർ ചെയ്തിട്ടുള്ളത്. ഇത് കഅബയാണത്, പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരുപാടുണ്ട്, എല്ലാതും കാണിച്ചു തരാം. എന്നാൽ ഈ മദ്രസയുടെ പുതിയ ബിൽഡിങ്ങിൽ ആണിപ്പോൾ ക്ലാസ് ഉള്ളതെങ്കിലും അതിലൊരുപാട് ശോചനീയാവസ്ഥയുണ്ട്. അത് ഈ ബിൽഡിങ് ഇപ്പോൾ അടുത്ത് പണി ഫുള്ളായി പൂർത്തീകരിച്ചിട്ടില്ല. ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്കൊക്കെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമാണിത്. മദ്രസയ്ക്ക് വേണ്ടിയും പള്ളിക്ക് വേണ്ടിയൊക്കെ സഹായിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു മദ്രസക്ക് വേണ്ടി നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ ആ മദ്രസ ഖിയാമത്ത് നാൾ വരേക്കും ഇവിടെ, അല്ലെങ്കിൽ ഏതെത്ര കാലം നിൽക്കുന്നുവോ ആ കാലം അത്രയും നമുക്ക് അതിനുള്ള പ്രതിഫലം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരാൾക്ക് നമ്മൾ സദക്ക കൊടുക്കുമ്പോൾ അതുപോലെയല്ല, അതിനേക്കാൾ കൂടുതൽ ഉണ്ട്. സദക്ക ആർക്ക് കൊടുക്കുന്നതും വളരെ ഉത്തമം തന്നെ. അതിൻ്റെ പ്രതിഫലം അവൻ മരിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും ഉണ്ടായിരിക്കും. കണ്ടില്ലേ നിങ്ങൾ, ഇത് ചെറിയ ചെറിയ കഅബകളാണ് കേട്ടോ. ഇതാണ്ടോ, ഇത് കമാനം. ഇതെന്താണ് ചെയ്തിരിക്കുന്നത്? പില്ലാർസ് ഓഫ് ഇസ്ലാം. കേട്ടോ, ഇത് കണ്ടില്ല. ഇതിന്ന് രാവിലെ ഞാൻ എടുക്കാൻ വന്നതാണ്. ഇവിടെ നബിദിന പരിപാടി അടുത്ത ആഴ്ചയാണ്. അടുത്ത ആഴ്ചയിൽ ശനി ഞായറും. ഇതെന്താണ് കുട്ടികളെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയില്ല. ദ ഗെയ്ബ് ഓഫ് തെറൂൻ സൗറ്. 6 സൗറാണിത് കേട്ടോ. കണ്ടാ, 6 സൗറ്. അതിന് അങ്ങണ്ട് അപ്പുറത്തേക്ക് ഒരു തുളക്കം ഉണ്ട്. 6 സൗറ് 2 ആൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹിറാഗുഹ കണ്ടോ, ഹിറാഗുഹ കണ്ടില്ല നിങ്ങൾ, ഹിറാഗുഹ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിവിടെ എഴുതിയിരിക്കുന്നത് ബദ്ർ യുദ്ധം നടന്ന സ്ഥലം. കണ്ടോ, ബദ്രാണിത്. കണ്ടോ, നിങ്ങൾക്ക് ബദ്ർ ഇനിയിപ്പോൾ ഗൾഫ് പോയി കാണണ്ടേ, ആ ബദ്ർ ഇവിടെ തന്നെ കാണിച്ചു തരികയാണ്. കുട്ടികൾ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇതൊക്കെ നമ്മളവരുടെ ഭാവനയിൽ, മനസ്സിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്നുള്ളതാണ് നമ്മൾ ആശ്ചര്യപ്പെടേണ്ടത്. ഇവരുടെ മനസ്സിൽ അവർ 6 സൗറിനെ കുറിച്ചും ബദ്രിനെ കുറിച്ചൊക്കെ അവരുടെ മനസ്സ്, ബദ്ർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കണ്ടോ, ഇത് കുട്ടി, ഇതിന് പേര് ബദ്ർ യുദ്ധം നടന്ന സ്ഥലമാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഈ പള്ളി ബൈത്തുൽ മുഖദ്ദസാണ്. പക്ഷെ അതിന് കുട്ടി, ഇവിടെ 7 കുട്ടികൾ ഇതിന് പേര് കൊടുത്തിട്ടില്ല, എഴുതി കൊടുത്തിട്ടില്ല. ഇതൊരു കുട്ടിയുടെ കരവിരുദ്ധാണിത്. കണ്ടോ, ഇത് കഅബാലയം തന്നെയാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതിനെന്താണ് എഴുതിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് ഭാവനയിൽ നിർമ്മിതമായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് ഭാവനയിൽ ആ കുട്ടി കാണുന്നതാണ് കുട്ടികൾ. ഇതെന്താണ്? സിറാത്ത് ബ്രിഡ്ജ്. സിറാത്ത് ബ്രിഡ്ജ് ഉണ്ടാക്കിയതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, നന്മ ചെയ്ത് നടന്ന വ്യക്തിയുടെ ഖബറാണിത്. ഇതാ കണ്ടോ, ഇവർ നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ കിടക്കുന്നൊരു കുഴപ്പമില്ല. ഒരു നന്മ ചെയ്ത ആളുടെ ഖബർ ഭാവനയിൽ നിർമ്മിതമായതാണിത്. എന്നാൽ ഇതപ്പുറത്തുനിന്ന് എടുക്കണം. ഇത് തിന്മ ചെയ്ത് നടന്ന ഒരു വ്യക്തിയുടെ ഖബർ. കണ്ടങ്ങൾ, തിന്മ ചെയ്ത് നടന്ന ഒരു വ്യക്തിയുടെ ഖബർ. ആ ഖബറിൽ പാമ്പും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ തേള്, കണ്ട തേളിനുണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ, തേള്, പാമ്പ്, തേള്, ഇതൊക്കെ ഇങ്ങനെ. അപ്പോൾ 2 തരം ഖബറുകൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഒരു വ്യക്തിയുടെ
നിർമ്മാണം തന്നെയാണ്, ഒരു വ്യക്തിയുടെ ഭാവന തന്നെയാണെന്ന് മനസ്സിലാക്കുക. എന്താണ് ജിസ്ർ സിറാത്ത്? ഇനി ഇത് സംസം കിണർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കഅബാലയം, ഇത് ഹറമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതെന്താണ് എഴുതിയിരിക്കുന്നത്? അല്ലാഹ് protect Yusuf from the will. ഇതുപോലത്തെ എക്സിബിഷന് ഒക്കെ കുട്ടികൾക്ക് നമ്മൾ ഈ നബിദിനത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതിനൊക്കെ ഒരു അവസരം കൊടുത്താൽ ഇതിങ്ങനെ ചെയ്യും കുട്ടികൾ. അത് നല്ലതാണ്.